ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് കോഴിക്കോടുള്ള അനൂപ് സാറിൻ്റെ വീട്ടിലാണ്. ഈ ഒരു മനോഹരമായ വീട്ടിൽ അതിലും മനോഹരമായിട്ടുള്ള ഒരു ഓപ്പൺ കിച്ചൺ ചെയ്തിട്ടുണ്ട്. ലിറ കിച്ചണാണ് ഈ കിച്ചൺ ചെയ്തിട്ടുള്ളത്. ഏകദേശം 4 വർഷം മുന്നെയാണ് ഈ കിച്ചൺ ചെയ്തിട്ടുള്ളതെങ്കിൽ കൂടി ഇപ്പോഴും അതിൻ്റെ ആ ഒരു പ്രൗഢി അവിടെ തന്നെയുണ്ട്. നമുക്കതിൻ്റെ വിശേഷങ്ങളൊന്ന് കാണാം. അപ്പോൾ ഇതാണ് ഈ വീട്ടിലെ കിച്ചൺ. ഇതൊരു ഓപ്പൺ കിച്ചൺ ആണ്, കണ്ടാൽ തന്നെ അറിയാം. അപ്പോൾ നമുക്ക് ഈ കിച്ചന്റെ ഓരോ ഭാഗങ്ങളായിട്ടൊന്ന് നോക്കാം. ഫസ്റ്റ് തന്നെ ഈ ഒരു കയറി വരുന്ന ഭാഗത്ത് നമുക്ക് കാണാൻ പറ്റുന്നത് ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറാണ്. അത്യാവശ്യം 2 പേർക്ക് ഇരുന്ന് കഴിക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറാണ്. ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറിന്റെ തൊട്ട് സൈഡിലായിട്ട് നമുക്കിവിടെ ഇൻഡക്ഷൻ കുക്കർ കാണാം. 4 ബർണർ ആണ് വരുന്നത്. 4 ബർണർ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. തൊട്ട് മുകളിലായിട്ട് 2 ഷെൽഫ് കൊടുത്തിട്ടുണ്ട്. പിന്നെ അടിയിലൊക്കെ ഡ്രോവേഴ്സ് ആണുള്ളത്. ഇവിടെ കട്ട്ലറിയുടെ ഒരു ഏരിയ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഏരിയ കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് വർക്ക് ഏരിയയിലുള്ള ഡോറാണ്. അത് കഴിഞ്ഞാൽ ഈ ഒരു സൈഡിൽ നമുക്ക് സിങ്ക് കാണാം. നേരെ ഒരു വിൻഡോ കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ ഇവിടെ ഡിഷ് വാഷർ കൊടുത്തിട്ടുണ്ട്. ഹാഫ് ലേയുടെ ഡിഷ് വാഷറാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇവിടെയൊക്കെ വാർഡ്രോബ്സ് ഡ്രോവേഴ്സ് ഉണ്ട്. അതേപോലെ തന്നെ ഇതൊരു ഇലക്ട്രിക് കെറ്റിലാണ്. ഹാഫ് ലേ എന്ന ബ്രാൻഡിന്റെ ഇലക്ട്രിക് കെറ്റിലാണ്. ഇവിടെ മുകളിലായിട്ട് നമുക്ക് ഷെൽഫുകൾ കാണാം. വെയിറ്റ് ഓർഗനൈസേഴ്സ് ആണുള്ളത്. അത് കഴിഞ്ഞാൽ ഇവിടെ സിങ്കാണ്, കാരസിന്റെ സിങ്കാണ് കൊടുത്തിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ട് എയർ ഫ്രയർ ആണ്. എയർ ഫ്രയറിന്റെ തൊട്ടതായിട്ട് നമുക്ക് ഷെൽഫുകൾ കാണാം. ഇവിടെ ആയിട്ട് നമുക്ക് പുള്ളപ്പ് ഡ്രോവേഴ്സ് കാണാം, പുള്ളപ്പ് ഷെൽഫുകൾ കാണാം. ജസ്റ്റ് ഇതുപോലെ ഇട്ട് കഴിഞ്ഞാൽ അത് മുകളിൽ പോയി നിൽക്കും. അതേപോലെ തന്നെ ക്ലോസ് ചെയ്യാം. അതുപോലെ 2 കൊടുത്തിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞാൽ ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഓവനും മൈക്രോവേവും ഉണ്ട്. ഇത് രണ്ടും ഹാഫ് എന്ന് ബ്രാൻഡിന്റെ മോഡൽസ് ആണ്. അതേപോലെ തന്നെ ഇവിടെ ചെറിയൊരു ഷോ കേസ് പോലെ ഷോ ഏരിയ കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ ഇവിടെ ടോൾ യൂണിറ്റ് വരുന്നുണ്ട്. ടോൾ യൂണിറ്റ് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഒരു ഫ്രിഡ്ജാണ് വരുന്നത്. ഡബിൾ ഡോർ ഫ്രിഡ്ജ് വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഈ ഒരു കിച്ചണിലെ മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ. ഏകദേശം 4 വർഷം മുന്നേ ചെയ്ത കിച്ചണാണ്. ഈ കിച്ചൺ ചെയ്തിട്ടുള്ളത് ലിറ കിച്ചണാണ്, ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് അനൂപ് സാറിന്റെ വൈഫാണ്, വിദ്യ മാം. അപ്പോൾ നമുക്ക് ഈ കിച്ചണിനെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിച്ചു നോക്കാം. നിങ്ങൾ ലിറയെന്നാണല്ലോ ഈ കിച്ചൺ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അതെ അതെ. അപ്പോൾ നിങ്ങൾ എന്താണോ അവരോട് പറഞ്ഞത് ആ ഒരു ഡിസൈൻ തന്നെയാണ് ഇവിടെ വന്നിട്ടുള്ളത്? അതെ അതെ, ഞങ്ങൾ പറഞ്ഞ ഡിസൈൻ തന്നെയാണ് വന്നിട്ടുള്ളത്. ഞങ്ങള് റിക്വയർമെന്റ്സ് പറഞ്ഞു, അതേപോലെ തന്നെ ലിറ ഞങ്ങൾക്ക് ചെയ്തു തന്നിട്ടുണ്ട്. കിച്ചൺ ചെയ്ത സമയത്ത് അവരെന്തെങ്കിലും സർവീസിന്റെ കാര്യം എങ്ങനെയാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു? അവര് വർഷത്തില് 4 സർവീസ് ആണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. 2 സർവീസ് പീരിയോഡിക്കലി അവർ വന്ന് ചെയ്തിട്ട് പോകും. ബാക്കി 2 സർവീസ് എന്തെങ്കിലും കംപ്ലൈന്റ്സ് ഉണ്ടെങ്കിൽ നമ്മളോട് രജിസ്റ്റർ ചെയ്യും. അപ്പൊ അവരിവിടെ വന്ന് ചെയ്യല്. പക്ഷെ ഞങ്ങൾക്ക് ഇതുവരെ കംപ്ലൈന്റ്സ് ഒന്നും വന്നിട്ടില്ല. ഏറ്റവും കൂടുതൽ ആൾക്കാർക്കുള്ള ഡൗട്ടാണ്, ഇതേപോലെ മോഡുലാർ കിച്ചൺ ചെയ്ത് കഴിഞ്ഞാൽ ചെതല് വരിക, ഉള്ളിൽ ഇപ്പൊ നമ്മൾ കാണാത്ത ഭാഗത്തൊക്കെ എന്തെങ്കിലും വന്ന് നശിച്ചു പോകുന്ന ഒരു പ്രശ്നം വരാറുണ്ട്. ലിറ കിച്ചൺ നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഓപ്ഷൻ ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു? ഞങ്ങൾക്ക് ഇതുവരെ ചെതലൊന്നും വന്നിട്ടില്ല. പക്ഷെ ഞങ്ങൾക്ക് ലിറ പറഞ്ഞിട്ടുണ്ട് 7 വർഷം വരെ വാറണ്ടി തന്നിട്ടുണ്ട്. എന്തെങ്കിലും ചെതലോ അങ്ങനെ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ മൊത്തം റീപ്ലേസ്മെന്റ് വാറണ്ടിയാണ് തന്നത്. ഇല്ല, ഞങ്ങൾക്ക് അതുവരെ ഒന്നും ചെയ്തു. അപ്പം ഈ ഒരു കിച്ചൺ നിങ്ങൾ ഏകദേശം 4 വർഷത്തോളമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ ഒരു കിച്ചൺ നിങ്ങൾക്ക് ഔട്ട് ഓഫ് 10 എത്ര ഒരു മാർക്ക് കൊടുക്കാൻ പറ്റും? ഞാൻ ഔട്ട് ഓഫ് 10 തന്നെ കൊടുക്കും. കാരണം എനിക്ക് ഒരു കംപ്ലൈന്റ്സോ ഒന്നുമില്ല. ഈ കിച്ചൺ കണ്ടാൽ തന്നെ അറിയാം, വളരെ നീറ്റാണ്. അതിന്റെ സെറ്റിങ്സ് ഒക്കെ അടിപൊളിയാണ്. പിന്നെ ചെതല് അങ്ങനത്തെ ഒരു ഇഷ്യൂ എനിക്ക് വന്നിട്ടില്ല. പിന്നെ സർവീസ് അവർ വന്ന് ചെയ്ത് പോവാന്നല്ലാതെ എനിക്ക് കംപ്ലൈന്റ് അങ്ങോട്ട് പറഞ്ഞിട്ട് രജിസ്റ്റർ ചെയ്യുന്ന അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടില്ല. അതുകൊണ്ട് ഞാൻ ഈ കിച്ചണിന് സാറ്റിസ്ഫൈഡ് ആണ്. ഇനി ആർക്കും ഏതെങ്കിലും ഒരാൾ എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഞാൻ ലിറ തന്നെ എടുക്കാനാണ് പറയാ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അതേപോലെ തന്നെ ഈ വീട്ടിലെ കിച്ചൺ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ഇറ്റ്സ് മീ അത്നു സൈനിങ് ഔട്ട്. ബൈ.